ഹായ്, പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആണ്. ആ സോളിഡ് ഫുഡിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയാം. ഇപ്പോൾ 8th മന്തിന് ശേഷം എന്തൊക്കെ ഫുഡാണ് ഞാൻ അവന് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ കുറച്ച് ഞാൻ കൊടുക്കാറുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസും അപ്പോൾ ഓർമ്മയിൽ വരുന്നത് പറയാം. അപ്പോൾ ഫസ്റ്റ് 8 മാസം ആവുന്നതിന് മുൻപേ തന്നെ ഞാൻ മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അലർജി സിംറ്റംസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് മുട്ട മഞ്ഞയാണ് കൊടുത്തു നോക്കിയത്. അവന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചോറിൽ മിക്സ് ചെയ്ത് കൊടുത്തു നോക്കി. അത് കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ള കൊടുത്തു. അപ്പോൾ മുട്ട, പിന്നെ അടുത്തത് വന്നിട്ട് യോഗട്ടാണ്. യോഗട്ട് നല്ലതെന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് യോഗട്ട് കൊടുത്തു. പിന്നെ ചോറ് ഞാൻ ഏത് രീതിയിൽ കൊടുക്കുമെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരിപ്പും ഒക്കെ ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിച്ച് ആ രീതിയിൽ. അപ്പോൾ ആ വേവിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള ചീര 1-2 ഇല അതിലിട്ട് വേവിച്ച് അതും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് ചോറിൽ അങ്ങ് കൊടുക്കും. സോ അങ്ങനെ ചീര ഇലയൊക്കെ കൊടുത്തു. 8 ആയിട്ടേ ഉള്ളൂ ആ സമയത്താണ്. പിന്നെ കൊടുത്തത് മുട്ട, യോഗട്ട്, ചീര, വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം കൊടുത്തു തുടങ്ങാം. ഞാൻ അപ്പോൾ വേറെ ഒന്നും കൊടുത്തില്ല, ഇത്രയും തന്നെയാണ്. പിന്നെ കടല, നമ്മുടെ ഈ കടല ഉണ്ടല്ലോ, പുട്ടും കടലയും കടല, എന്ത് കടല, ബ്രൗൺ കടല. അപ്പോൾ ആ കടല വേവിച്ചത്, ഇപ്പോൾ ഞങ്ങൾക്ക് കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിക്കുമ്പോൾ ഇവന് ഉപ്പ് ചേർത്ത് കൊടുത്തില്ല ആ സമയത്ത്. അത് പറയാൻ കാരണം പിന്നീട് ഞാനിപ്പോൾ ഒത്തിരി ഉപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയാം എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുള്ളതെന്ന്. ആഫ്റ്റർ 9 കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഫുഡൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ ഇങ്ങനെ ഇതായിട്ട് എന്താണ് ടേസ്റ്റ്ലെസ് ആയിട്ടൊക്കെ കൊടുത്തതൊന്നും അവന് ഓടുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി. സോ ലഞ്ച് ഐറ്റം കുറേ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതൊക്കെ 8 മാസത്തിന് ശേഷമേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേ. അത് ഞാൻ പറയാൻ കാരണം കുറച്ച് പേർക്കൊക്കെ സംശയം കാണുമല്ലോ, മുട്ട ഇപ്പോൾ കൊടുക്കാമോ, കൊടുത്തൂടെ, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലൊക്കെ നോക്കിയപ്പോൾ ഓക്കെ, മുട്ടയൊക്കെ കൊടുക്കാം, കുഴപ്പമില്ല. ബട്ട് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കൂലേ, അങ്ങനെ എടുക്കണം. പൊരിച്ചെടുക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ എടുക്കണം. അല്ലെങ്കിൽ ഹാർഡ് ബോയിൽ ചെയ്ത് കൊടുക്കണം. അത് രണ്ടുമാണ് എല്ലാ ഡോക്ടേഴ്സും ഒക്കെ പറയുന്നത്. ഒട്ടും ഹാഫ് ബോയിൽഡായിട്ട് ബുൾസെ ഉണ്ടാകുന്ന രീതിയിൽ പോലും കൊടുക്കരുത്. കാരണം അതിൽ ബാക്ടീരിയാസ് അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല, ഗ്രോത്തിനൊട്ടും തന്നെ നല്ലതല്ല എന്ന്. അപ്പോൾ മുട്ട അല്ലാതെ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അലർജീസ് ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ പുതിയതായിട്ടൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 1-2 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ട് വേറെ ഫുഡ് 1-2 പുതിയ ഐറ്റം ഒരുമിച്ച് കൊടുക്കരുത്. കാരണം ഏതിൽ നിന്നാണ് നമുക്ക് അലർജി വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ കൊടുത്ത് അലർജി ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ കൊടുക്കാണ്ട, കണ്ടിന്യൂ ചെയ്യണ്ട, പിന്നീട് അത് ട്രൈ ചെയ്താൽ മതി. അങ്ങനെ മതി എന്നാണ് ഞാൻ കണ്ടത്. അതാണ് ഞാൻ ഇവനും കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ 2-3 ഐറ്റങ്ങളാണ് ഞാൻ 8 മാസത്തിന് ശേഷം പുതിയതായിട്ട് അവൻ്റെ ഫുഡിൽ ചേർത്തത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ മുട്ട ഒരു ഐറ്റം കൊടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് കുറേ ഐറ്റങ്ങൾ ഇവനെ ഉണ്ടാക്കി കൊടുക്കാം. ഇതാണല്ലോ അല്ലേ, എന്നുവെച്ചാൽ നമുക്ക് കുറേ രീതിയിൽ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്, പാൻ കേക്ക്. അപ്പോൾ പാൻ കേക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. റോബസ്റ്റ പഴവും ഇങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ഫോർക്ക് വെച്ച് ചുമ്മാ ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ട് അതിൽ ഒരു മുട്ടയും കൂടെ ഒഴിച്ച്, കാരണം മുട്ട നമ്മൾ മഞ്ഞയും വെള്ളയും കൊടുത്തതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പാൻ കേക്ക് മുട്ടയും കൂടെ ഇങ്ങനെ ചെയ്ത് മിക്സ് ചെയ്തിട്ട് അതിനെ മാത്രം ഇങ്ങനെ ചുട്ട് കൊടുക്കാം. പക്ഷേ ഇവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കൊടുത്തിട്ടുള്ള ഐറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. ഓരോ കുട്ടികൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞ് കഴിക്കുന്നതെല്ലാം വേറൊരു കുഞ്ഞ് കഴിക്കണമെന്നില്ല. ബട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാം കൊടുത്ത് ശീലിപ്പിക്കണം. ചുമ്മാ നമ്മൾ ഈ കുറുക്കുകൾ മാത്രം കൊടുത്താൽ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ കൊടുത്തു നോക്കണം, നല്ല ഐറ്റങ്ങൾ മാത്രം കൊടുത്തു നോക്കണം. അപ്പോൾ പിന്നെ
ഇതൊരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ റിച്ചായിട്ട് സ്ട്രോബെറീസ് ഞാൻ കൊടുത്തായിരുന്നേ, ഞാൻ പറയാൻ മറന്നുപോയി. സ്ട്രോബെറീസ് ഞാൻ ഇതിന് മുൻപേ കൊടുക്കാൻ തുടങ്ങി, അവന് ഇഷ്ടമുണ്ട് സ്ട്രോബെറി. അപ്പോൾ സ്ട്രോബെറി ബനാന പാൻ കേക്ക് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. സ്ട്രോബെറിയും റോബസ്റ്റ പഴവും കൂടെ സ്മാഷ് ചെയ്തിട്ട് അതിൽ കുറച്ച് മുട്ടയും കൂടെ ചേർത്ത്, പിന്നെ ഞാൻ കുറച്ച് റാഗി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ വെള്ളം പോലെ ഇരുന്നാൽ പറ്റൂല, അതുകൊണ്ട് എന്തെങ്കിലും ഫ്ലോർ ടൈപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ റാഗി ആയിരിക്കും നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് റാഗി. ഇതെല്ലാം ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതി, കുഞ്ഞിനാണ്, നമുക്കും കൂടെ കഴിക്കാൻ കാണും ഓരോന്നും ഓരോ ഐറ്റം വെച്ച് എടുക്കുമ്പോൾ. അപ്പോൾ അത് ഒരു സെക്കൻഡ് മെത്തേഡാണ്. ഇപ്പോൾ നമ്മൾ പഴം ചേർക്കാതെ സ്ട്രോബെറിയും എഗ്ഗും റാഗിയും മാത്രം ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തും ചേർക്കാം, 2 രീതിയിൽ. അപ്പോൾ ഇത് അവന് പിന്നെ ഇഷ്ടപ്പെട്ടു ഈ സംഭവം. അപ്പോൾ ഈ പാൻ കേക്ക്സ് നമുക്ക് ഇങ്ങനെ സംഭവം ഓരോ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. ആപ്പിൾ യൂസ് ചെയ്യാമെന്ന് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. പഴത്തിന് പകരം ആപ്പിൾ, എഗ്ഗ്, അങ്ങനെ നമ്മൾ ദോഷമായിട്ടുള്ളതൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിലെല്ലാം സിനമൺ പൗഡർ കുറച്ച് ചേർക്കുക. സിനമൺ പൗഡർ ഇപ്പോൾ ആണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ അവന് കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഫുഡിലെല്ലാം കുറച്ച് ഞാൻ ചേർക്കാറുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, 8 മാസത്തിൽ നിന്നും 9 കടന്നപ്പോൾ ഭയങ്കര ഒരു ചേഞ്ച് അവൻ്റെ ഫുഡിൽ ഞാൻ വരുത്തിയിട്ടുണ്ട്. അവൻ വരുത്തിച്ചതാണ്. ഇപ്പോൾ നമ്മൾ സ്നാക്സൊക്കെ വേണം, ഈവനിങ് സ്നാക്സ്, ഡിന്നറിന് മുമ്പ് ഒരു കുട്ടി സ്നാക്സ്, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാമേ. പിന്നെ തേർഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റവ വെച്ചിട്ടുള്ളതാണ്. റവ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ജസ്റ്റ് ഇത്തിരി നെയ്യ് ഞാൻ ഒഴിക്കും. നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ക്യാരറ്റോ എന്തെങ്കിലും ഇട്ട്, അല്ലെങ്കിൽ റവയൊക്കെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യും. റോസ്റ്റഡ് റവയെങ്കിൽ പിന്നെ റോസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഉള്ളി, ഞാൻ ആദ്യമൊന്നും കുഞ്ഞു ഉള്ളി ഇട്ടില്ല, ഉള്ളി വേണ്ട, 8 മാസത്തിലൊന്നും ഞാൻ ഉള്ളി ഇട്ടില്ലേ, ഉള്ളി അവന് കൊടുത്തിട്ടില്ല. അപ്പോൾ ചുമ്മാ റവയും നെയ്യ് ഒഴിച്ചിട്ട് വെള്ളം, റവ, പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ട് അല്ലെങ്കിൽ മറ്റേ സാധനം ജാഗ്രി, കരുപ്പട്ടി ചേർക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറുക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും കൂടെ ഇട്ട് കൊടുക്കണം എന്ന് തോന്നുന്നുള്ളതുകൊണ്ട് ക്യാരറ്റും കൂടെ ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ റവ ഉപ്പുമാവ് പോലെ നല്ല കട്ടിക്ക് ആക്കിയെടുക്കും. അത് ഒരു നല്ല ഫില്ലിംഗ് ആണ്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴും ഉണ്ടാക്കി കൊണ്ടുപോകാൻ ഈസിയാണ്. സോ അതാണ് അടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ വേറെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ദോശയൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വെജിറ്റബിൾസ് കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇത് 8 മാസത്തിന് ശേഷം എന്തെങ്കിലും വെജിറ്റബിൾസ്, പംകിൻ, ക്യാരറ്റൊക്കെ വേവിച്ചതിനെ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ മാവിൽ തന്നെ കുറച്ച് ചേർത്ത് ആഡ് ചെയ്തിട്ട് മാവിൽ മിക്സ് ചെയ്ത് ചുട്ട് കൊടുക്കും. തേങ്ങാപ്പാലും കൂട്ടി അങ്ങനെ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു സാധനം മറ്റേ കടല, കറുത്ത കടല ഉണ്ടല്ലോ, കറുത്ത കടല വേവിച്ചിട്ട് അതും ഈ മാവിലും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഞാൻ ചുട്ട് കൊടുത്തിട്ടുണ്ട്. അതവന് ഇഷ്ടപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് ദോശ ചുട്ടെടുത്തിട്ട് ഈ കറുത്ത കടലയെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് അത് കറി പോലെ ആക്കി അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നല്ലതാണ്, പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. സോ അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സോളിഡ് ഫുഡ് വീഡിയോ സ്റ്റാർട്ടിങ് അതിൽ പറഞ്ഞത് തന്നെയാണ് കൊടുക്കാറ്. ഇപ്പോൾ ഈ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ഞാൻ ഇപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഹാർഡ് ബോയിൽ ചെയ്തിട്ട് മുട്ട ഹാഫ് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാൻ നോക്കും, ദോശയുടെ കൂടെ തന്നെ കൂട്ടി അങ്ങനെ കൊടുക്കും, അങ്ങനെ ചേർക്കാറുണ്ട്. ഇതെല്ലാം പുതിയതായിട്ട് ചേർക്കുന്ന ടൈപ്പാണ്. ബാക്കി വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം 9th മന്തിന് ശേഷമാണ് ഞാൻ ചേഞ്ചസ് വരുത്തിയത്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ 8 മാസത്തിൽ ചേഞ്ചസ് വരുത്തിയത് മാത്രമാണ്.
പക്ഷെ അത് കുറച്ച് നാളെ വർക്കൗട്ട് ആയുള്ളൂ. ഏത് ചോറിൽ ചീരയൊക്കെ ഇടുന്നത് വിത്തൗട്ട് സോൾട്ട്. അപ്പോൾ ഞാൻ സോൾട്ട് മാക്സിമം കൊടുക്കാതിരിക്കാൻ ടേസ്റ്റ് ഫുഡിൽ ചേഞ്ചസ് വരുത്തിയത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, ബൈ.